ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് 2 ഇന്ററാക്ഷൻസ് ഓഫ് ജീൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെന്റലിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസും ടിപ്പിക്കൽ മോണോഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസ് റേഷ്യോസ്, അതായത് ജീനോട്ടിപ്പിക് ആൻഡ് ഫീനോട്ടിപ്പിക് റേഷ്യോസ് എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ മെന്റൽ ഈ ലോസും റേഷ്യോസും എല്ലാം പ്രപ്പോസ് ചെയ്തത് ഒരു അസംഷന്റെ ബേസിലാണ്. അതായത് ഓരോ ക്യാരക്ടറിനെയും ഓരോ സിംഗിൾ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്തിട്ട് ഓരോ സിംഗിൾ ജീൻസ് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സിംഗിൾ ജീനുമാണ് ഓരോ ക്യാരക്ടറിനെയും പിന്നിലുള്ള ഫാക്ടർ. അതിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ മാത്രമാണ്, ആ സിംഗിൾ ജീന് മാത്രമാണ് ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ജീൻ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ അപ്പിയർ ചെയ്യും, ജീൻ ഇല്ല അല്ലെങ്കിൽ റെസസീവ് കണ്ടീഷൻ ആണെങ്കിൽ ആ ക്യാരക്ടർ അപ്പിയർ ചെയ്യത്തില്ല. ആ ഒരു അസംഷന്റെ ബേസിലാണ് അദ്ദേഹം ഈ ലോസും റേഷ്യോസും എല്ലാം പ്രപ്പോസ് ചെയ്തത്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ എക്സ്പെരിമെന്റലായിട്ട് ഈ ഹൈബ്രിഡ് ക്രോസുകൾ അല്ലെങ്കിൽ പ്ലാൻ ബ്രീഡിങ്ങിലോ അനിമൽ ബ്രീഡിങ്ങോ നടത്തുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ മെന്റലിയൻ റേഷ്യോസ് ഒരിക്കലും നമുക്ക് ലഭിക്കാറില്ല. ഈ പലപ്പോഴും ലഭിക്കുന്ന റേഷ്യോസ് ഈ 3:1 നിന്നും 9:3:3:1 നിന്നും ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള റേഷ്യോസ് ആണ് ലഭിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു റിയാലിറ്റി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് മെന്റലിന്റെ ഒരു അസംഷനിനകത്ത് ചെറിയ ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ടാണ്. അതായത് അദ്ദേഹത്തിന്റെ അസംഷൻ എന്തുവായിരുന്നു? ഓരോ ജീനുമാണ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ഓരോ സിംഗിൾ ജീൻസ് മാത്രമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അസംഷൻ. പക്ഷേ ഈ റേഷ്യോസ് ടിപ്പിക്കലായിട്ടുള്ള എക്സ്പെരിമെന്റലി നമുക്ക് ആ റേഷ്യോസ് കിട്ടാത്തത് കൊണ്ട് അതിനെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ കാര്യം കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അതായത് ജീൻസുകൾ ഒരു സിംഗിൾ ജീൻ അല്ല ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനപ്പുറം ജീൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലുത്തുന്ന ഇൻഫ്ലുവൻസസ് ഈ ക്യാരക്ടർ അപ്പിയറൻസിൽ ഒരു നിർണായകമായ ഘടകമാണ്. അപ്പോൾ ഈ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ജീൻസുകൾ തമ്മിൽ പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവർ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ജീൻ ഇന്ററാക്ഷൻ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ടൈപ്പ് ജീൻസ് ഉണ്ട്, രണ്ട് ടൈപ്പ് ജീൻ ഇന്ററാക്ഷൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻ, ജീൻ ഇന്ററാക്ഷൻ. മെയിൻ ആയിട്ടും ജീൻ ഇന്ററാക്ഷൻ അപ്പോൾ എന്താണെന്ന് മനസ്സിലായി? ഇന്ററാക്ഷൻ ദാറ്റ് എക്സിസ്റ്റ് എമംഗ് ജീൻസ്, ജീൻസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസസ്, പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ്, അതിനെയാണ് നമ്മൾ ഇന്ററാക്ഷൻ, ജീനിക് ഇന്ററാക്ഷൻ എന്ന് വിളിക്കുക. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ അഥവാ ഇൻട്രാ അല്ലീലിക് ഇന്ററാക്ഷൻ ആൻഡ് നോൺ അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ അഥവാ ഇന്റർ അല്ലീലിക് ഇന്ററാക്ഷൻ. അതൊന്ന് പറഞ്ഞു തരാം. അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ അഥവാ ഇൻട്രാ അല്ലീലിക് ഇന്ററാക്ഷൻ. ഇൻട്രാ അല്ലീലിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഒരു ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ജീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെറിഡിറ്ററി യൂണിറ്റ് ആണ്. ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഘടകം, ഹെറിഡിറ്ററി യൂണിറ്റിനെയാണ് ജീൻ എന്ന് പറയുക. ആ ജീന് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല ഫോംസ് ഉണ്ടാവും, മോഡിഫൈഡ് ഫോംസ് ഉണ്ട്. ആ ഓരോ ഫോംസിനും അല്ലീലിക് ഫോം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ജീൻ എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ ജീനിന് രണ്ട് ഫോമിലാണ് ഒരു ഇൻഡിവിജ്വലിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതായത് മാക്സിമം നമ്പർ ഓഫ് അല്ലീൽസ് നമുക്ക് പൊസസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാണ്. കാരണം ഓരോ ജീനിന്റെയും സീറ്റ് രണ്ടെണ്ണമായിട്ട് ഓരോ ഇൻഡിവിജ്വലിനും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഹോമോലോഗസ് ക്രോമസോമിലെ ഒരു പർട്ടിക്കുലർ ലോക്കസിലാണ് ഓരോ ജീനും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സീറ്റ് നമുക്ക് ഒരാൾക്ക് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ഈ ജീന് എന്തായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്? രണ്ടെണ്ണമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് ജീൻസ് തമ്മിൽ, അതായത് ഒരു ഹോമോലോഗസ് ക്രോമസോമിലെ ഒരു പർട്ടിക്കുലർ ലോക്കസിലിരിക്കുന്ന ആ ജീൻസ് തമ്മിൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ. അഥവാ ഒരു ജീനിന്റെ തന്നെ അല്ലീൽസിന്റെ ഉള്ളിലുള്ള ഇന്ററാക്ഷൻ, അതിനായതുകൊണ്ട് നമ്മൾ ഇൻട്രാ അല്ലീലിക് ഇന്ററാക്ഷൻ എന്ന് വിളിക്കും. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ് നോൺ, അത് ബി ആണ് കേട്ടോ, സോറി എ അല്ല, ബി ആണ്. നോൺ അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ അഥവാ ഇന്റർ അല്ലീലിക് ഇന്ററാക്ഷൻ. ഇനി നോൺ അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്ററാക്ഷൻ എമംഗ് ജീൻസ് വിച്ച് ആർ എമംഗ് അല്ലീൽസ് വിച്ച് ആർ നോൺ അല്ലീലിക് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അതായത് രണ്ട് സംബന്ധയെ സംബന്ധിച്ചിടത്തോളം ഒരു അല്ലീലിക് ഫോംസ് അല്ല. സ്വാഭാവികമായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അത് രണ്ടും ടോൾനെസ്സിനെ നിർണ്ണയിക്കുന്ന രണ്ട് ജീൻസ് ആണ്. അത് രണ്ടും അല്ലീലിക് ഫോംസ് ആണ്. അത് രണ്ടും ഇരിക്കുന്നത് ഒരു ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരേ ലോക്കസിൽ തന്നെയായിരിക്കും.
അപ്പോൾ അങ്ങനെ തന്നെയുള്ള രണ്ട് ജീൻസുകൾ തമ്മിലാണ്, അല്ലീൽസ് തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ അത് അല്ലീലിക് ഇന്ററാക്ഷൻ. ഇനി നോൺ അല്ലീലിക് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ടോൾനെസ്സിനെ കാണിക്കുന്ന ഒരു ജീനും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന റെഡ് ഫ്ലവറിനെ കാണിക്കുന്ന വേറൊരു ജീനും, അതിൽ ക്യാപിറ്റൽ ടി ഇരിക്കുന്നത് 1ാമത്തെ ക്രോമസോമിലും ഈ ആർ ഇരിക്കുന്നത് 5ാമത്തെ ക്രോമസോമിലുമാണെന്ന് ഇരിക്കുക. അപ്പൊ അവരെങ്ങനെ അല്ലീലിക് ഫോംസ് ആവും? അവർ അല്ലീലിക് ഫോംസേ അല്ല, രണ്ടും രണ്ട് വ്യത്യസ്തമായ ജീൻസ് ആണ്. ആ രണ്ട് ജീൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ജീൻസിനെയാണ് നമ്മൾ നോൺ അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ നോൺ അല്ലീലിക് ജീൻ്റെ ഇന്ററാക്ഷൻ വേണമെങ്കിൽ രണ്ട് ടൈപ്പ് ആവാം. ഈ രണ്ട് ജീൻസും ഒരേ ക്രോമസോമിൽ തന്നെ ഇരിക്കുന്നവരാവാം, ഇനി അല്ലെങ്കിൽ അത് വ്യത്യസ്തമായ ക്രോമസോമിൽ ഇരിക്കുന്നവരാകാം. മനസ്സിലായോ? ഒരേ ക്രോമസോമിലെ ഡിഫറെന്റ് ലോക്കസിൽ ഇരിക്കുന്നവരാകാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ ക്രോമസോമിലെ വ്യത്യസ്തമായ ലോക്കസുകളിൽ ഇരിക്കുന്നവരാകാം. അപ്പൊ അതിനെയാണ് നമ്മൾ നോൺ അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഒരേ ജീനിന്റെ തന്നെ ഒരേ ലോക്കസ്, ദ അല്ലീൽസ് ഓഫ് ദ സെയിം ജീൻ ഇന്ററാക്ട് ഇൻ സച്ച് എ വേ ടു പ്രൊഡ്യൂസ് ദ ന്യൂ ക്യാരക്ടർ. ഇന്ററാക്ഷൻ എമോങ് ദ അല്ലീൽസ് ഓഫ് ദി സെയിം ജീൻ, അതിനെയാണ് നമ്മൾ അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കുക. ഇത് നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. 3 എക്സാമ്പിൾസ് ആണ് അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലീലിക് ജീൻ ഇന്ററാക്ഷൻ ഉണ്ട്. അത് ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ദെൻ രണ്ടാമത്തത് കോഡോമിനൻസ്, ദെൻ മൂന്നാമത്തത് ലീതൽ ജീൻസ്. അതിൽ ഇത് 3 നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു അല്ലീലിക് പെയറിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരാൾ ഡോമിനന്റും ഒരാൾ റെസസീവ് ആയിരിക്കും. ഡോമിനന്റ് അല്ല, എക്സ്പ്രസ് ചെയ്യുന്ന അല്ലീലിനെയാണ് നമ്മൾ ഡോമിനന്റ് അല്ലീൽ എന്ന് വിളിക്കുക. സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലീലിനെയാണ് റെസസീവ് അല്ലീൽ എന്ന് വിളിക്കുക. ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ അകത്ത് ഡോമിനന്റ് ലീതൽ ജീൻ അല്ലെങ്കിൽ ഡോമിനന്റ് ജീനിന് അത് 100% ഡോമിനന്റ് അല്ല. അതുപോലെ റെസസീവ് ജീൻ എന്ന് പറഞ്ഞാൽ അത് 100% റെസസീവും അല്ല. അപ്പോൾ ഒരു സാധാരണ കേസിൽ നമ്മളുടെ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു വൈൽഡ് ടൈപ്പ് ജീൻ ഉള്ളതുകൊണ്ടായിരിക്കും. ആ വൈൽഡ് ടൈപ്പ് ജീനിനെ നമ്മൾ ഡോമിനന്റ് ജീനായിട്ട് കൺസിഡർ ചെയ്യും. ആ ജീൻ ഫങ്ഷണൽ ആയിട്ടുള്ള ഓരോ ജീനിനും ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് അതാത് പക്യുലിയർ പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ആ ജീനിനെയാണ് നമ്മൾ ഡോമിനന്റ് ജീൻ എന്ന് പറയുക. അതേസമയം ചില കണ്ടീഷനിൽ അതിന്റെ റെസസീവ് അല്ലീൽസ് ഫങ്ഷണൽ അല്ല, ഹാഫ് ഫങ്ഷണൽ, അതായത് ഫങ്ഷൻ ലെസ് ആയിട്ടുള്ളതല്ല, ഇന്റർമീഡിയറ്റ് കാറ്റഗറിയിലുള്ള, അതായത് ചെറിയ തകരാറുകളുള്ള പ്രോട്ടീൻസ് ആണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നതെങ്കിൽ 100% അത് എക്സ്പ്രസ് ചെയ്യത്തുമില്ല, എന്നാൽ 100% അത് സപ്രസ് ചെയ്യത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ ഡോമിനന്റ് ജീനിന് അതിന് 100% എക്സ്പ്രസ് ചെയ്യാനും പറ്റത്തില്ല, റെസസീവ് ജീനിന് അതിന് 100% സപ്രസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. In incomplete dominance, the heterozygote shows a phenotype which is between the homozygous recessive and homozygous dominant phenotype. നിങ്ങൾക്ക് അതൊരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ മിറാബിലിസ് ജലാപ്പ 4 o'clock പ്ലാന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിറാബിലിസ് ജലാപ്പയ്ക്ക് 2 ടൈപ്പ് ഫ്ലവർ കളർ ഉണ്ട്. ഏതൊക്കെയാണ്? റെഡ് ഫ്ലവേഴ്സും വൈറ്റ് ഫ്ലവേഴ്സും. അതിന്റെ ജീനോടൈപ്പിനെ നമ്മൾക്ക് ക്യാപിറ്റൽ ആർ എന്നും വൈറ്റ് ഫ്ലവേഴ്സിനെ സ്മോൾ ആർ എന്ന് ഡിനോട്ട് ചെയ്യാം. അതിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഹോമോസൈഗസ് ആയതുകൊണ്ട് അതിൽ ഒരാറ് മാത്രമേ ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ താഴോട്ട് വരുള്ളൂ. അതുകൊണ്ട് ഒരു ക്യാപിറ്റൽ ആർ. ഇതും ഹോമോസൈഗസ് ആയതുകൊണ്ട് ഒരാറ് മാത്രമേ, 2 ഗ്യാമേറ്റ് ഉണ്ടായാലും രണ്ടിലും പോകുന്നത് സ്മോൾ ആർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 എണ്ണം വരച്ചാലും ഒരു റിസൾട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നും റെപ്രസെന്റേറ്റീവായിട്ട് ഈ ഓരോരുത്തരെ മാത്രമേ എടുക്കൂ. അപ്പോൾ നമുക്ക് F1 ജനറേഷനിൽ കിട്ടിയതിന്റെ ഫീനോടൈപ്പ് കണ്ടോ, പിങ്ക് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ കേസിലെ മെൻഡീലിയൻ എക്സ്പെരിമെന്റ് അനുസരിച്ചാണെങ്കിൽ ഇതും റെഡ് ഫ്ലവർ ആയിട്ട് തന്നെ അപ്പിയർ ചെയ്യണമായിരുന്നു. പക്ഷേ നമുക്ക് F1 പ്രോജനിയിൽ കിട്ടുന്നത് പിങ്ക് കളേർഡ് ഫ്ലവേഴ്സ് ആണ്. എന്തുകൊണ്ട് ഈ പിങ്ക് കളേർഡ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ജീനിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനലോട്ട് നമ്മളെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഈ പിങ്ക് ജീൻ എന്ന് പറയുക, ഈ പിങ്ക് കളേർഡ് ആയിട്ടുള്ള ഈ F1 പ്രോജനിയെ ഇനി നമ്മൾ സെൽഫ് ചെയ്തു. അപ്പോൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇവരെ തന്നെയാണല്ലോ സെൽഫ് ചെയ്തത്. അപ്പോൾ പിങ്കും വേഴ്സസ് പിങ്ക്. അതിന്റെ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് ആണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ.
പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ് 2 ടൈപ്പ് ഗമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഈ പറയപ്പെടുന്നതിന്റെ ഈ ഒരു ആറാണ് ഒരു ഗമീറ്റിലോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു ആറിനെ ക്യാരി ചെയ്യുന്ന ഹോമോലോഗസ് ക്രോമസോം ആണ് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗമീറ്റിലോട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. ആ ടൈപ്പ് ഗമീറ്റ് ആണ് ഇത്. ഈ ആറാണ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിനെ ക്യാരി ചെയ്യുന്ന ഗമീറ്റ് ആണ് ഈ ടൈപ്പ്. അതുകൊണ്ട് ഈ ഒരു ഇൻഡിവിജ്വലിന് തന്നെ 2 ടൈപ്പ് ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് 2 എണ്ണമാക്കി എഴുതിയിരിക്കുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഇത് ഒരേ ടൈപ്പ് ഗമീറ്റിനേ ഉള്ളൂ. ഇപ്പൊ ഈ ആറാണ് പോകുന്നതെങ്കിലും ഈ ആറാണ് പോകുന്നതെങ്കിലും ഉണ്ടാകുന്ന ഗമീറ്റിന്റെ ജീനോ ടൈപ്പ് എല്ലാം ഒരേ ടൈപ്പാണ്. അതുകൊണ്ടാണ് ഒരാളെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇത് തമ്മിൽ നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റേഷ്യോ റെഡ്, പിങ്ക്, പിങ്ക്, വൈറ്റ്. അപ്പോൾ നമ്മൾ ഓർക്കുക, മെൻഡീലിയൻ റേഷ്യോ അനുസരിച്ച് മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയായിരുന്നു? 3:1 ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴോ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്തായി? 1:2:1. ഇവിടെ ജീനോട്ടിപ്പിക് റേഷ്യോയും സെയിം ആണ്, 1:2:1. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ ജീനിക് ഇന്ററാക്ഷൻസ് നടക്കുമ്പോഴെല്ലാം ഈ മെൻഡീലിയൻ റേഷ്യോസ്, ടിപ്പിക്കലായിട്ടുള്ള മെൻഡീലിയൻ റേഷ്യോസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് റേഷ്യോസ് ഉണ്ടാവുക. അത് പല തരത്തിലുള്ള ക്രോസിലും അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിലും പല ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നമ്മൾക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ഈസ് റീപ്ലേസ്ഡ് ബൈ 1:2:1. അതുപോലെ ജീനോട്ടിപ്പിക് റേഷ്യോ അതുപോലെ തന്നെയാണ്, 1:2:1 തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഡോമിനന്റ് ജീൻ ഫങ്ഷണൽ ആയിട്ടുള്ള ജീനാണ്. അത് ഡോമിനന്റ് ക്യാരക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ റെസസീവ് ആയിട്ടുള്ള ജീൻ അത് 100% ഫങ്ഷണലൻസ് അല്ല, അത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും കോഡ് ചെയ്യുന്നത്. അപ്പൊ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയതുകൊണ്ട് അതുണ്ടാക്കുന്ന പ്രോട്ടീനിന് സ്വാഭാവികത ഉണ്ടായിരിക്കത്തില്ല. ഡോമിനന്റിന്റെ അത്രയും തന്നെ സ്വാഭാവികത ഇല്ലതാനും, എന്നാൽ തീരെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതും ഇല്ല. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ഈ ഹോമോസൈഗസ് ഡോമിനന്റിന്റെയും റെസസീവിന്റെയും ഇടയിലുള്ള ക്യാരക്ടർ അപ്പിയർ ചെയ്യുക. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫീനോടൈപ്പ് നമുക്ക് കിട്ടുക. അപ്പൊ മനസ്സിലായല്ലോ. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് കോഡോമിനൻസ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഈ സൈമൾട്ടേനിയസ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോഡോമിനൻസ്, രണ്ടുപേരും ഒരേപോലെ ഡോമിനന്റ് ആയിരിക്കുക. നമ്മൾ മെന്റൽ പറഞ്ഞതിനനുസരിച്ച് ഡോമിനന്റ് ജീൻ എക്സ്പ്രസ് ചെയ്യും, റെസസീവ് ജീൻ സപ്രസ് ചെയ്യും. അതായത് ഒരാൾ മാത്രമേ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ ഡോമിനന്റ് ജീനും റെസസീവ് ജീനും ഈക്വലി എക്സ്പ്രസ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ വലുത് നീ ചെറുത് അല്ലെങ്കിൽ ഡോമിനന്റ് റെസസീവ് എന്ന് പറയപ്പെടുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഇല്ല. രണ്ടുപേരും ഈക്വലി എക്സ്പ്രസ് ചെയ്യാന്ന് വിചാരിക്കുക. ഈക്വലി എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ അപ്പോഴെന്തായിരിക്കും? ഈ 2 എക്സ്ട്രീംസ്, അതായത് ഡോമിനന്റിന്റെയും റെസസീവിന്റെയും മിഡിലായിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് വിളിക്കുക. കോഡോമിനൻസ് ഈസ് ദി സൈമൾട്ടേനിയസ് എക്സ്പ്രഷൻ ഓഫ് ബോത്ത് ദി alleles in a heterozygous condition and the allelic gene which are expressed simultaneously is called codominant genes. ഈ കോഡോമിനന്റ് ജീൻസ് വളരെ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ജീനാണ്, ഒരു ടൈപ്പ് ജീനിക് ഇന്ററാക്ഷൻ ആണ്. അതിന് ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെ നമ്മളെ സംബന്ധിക്കുന്ന ABO ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് MN ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻ മാൻ. ഈ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ABO ബ്ലഡ് ഗ്രൂപ്പ്, നമ്മൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് 3 ടൈപ്പ് ഉണ്ട്. A ഉണ്ട്, B ഉണ്ട്, O ഉണ്ട്. ഇതുപോലെ തന്നെ അത് AB എന്ന് പറയുന്ന 2 ടൈപ്പ് ആന്റിജന്റെ പ്രസൻസ് ഓർ ആബ്സെൻസിന്റെ ബേസിലാണ് നമ്മൾ അങ്ങനെ തിരിച്ചിരിക്കുന്നത്. A ഉള്ള ഒരു A ഗ്രൂപ്പ്, B ഉള്ള ഒരു B ഗ്രൂപ്പ്. അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളൊക്കെ പിന്നീട് വരുന്നുണ്ട്. അതുപോലെ വേറൊരു ടൈപ്പ് ആന്റിജൻ ആണ് M ആൻഡ് N ടൈപ്പ് ആന്റിജൻ. ഇപ്പോൾ M ആന്റിജൻ ഉള്ള ഒരു M ഗ്രൂപ്പും N ആന്റിജൻ ഉള്ള ഒരു N ഗ്രൂപ്പുമാണ്. പക്ഷെ ഇതിന് രണ്ടിനെയും ക്യാരി ചെയ്യുന്ന ആന്റിജൻസ് അല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ആന്റിജനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഒരേ സമയം വരുവാണെങ്കിൽ ഈ എന്നിനെ സപ്രസ് ചെയ്തിട്ട് M അപ്പിയർ ചെയ്യാനും നോക്കത്തില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കത്തില്ല. എമ്മിന്റെയും എന്നിന്റെയും ജീൻസ് വരുവാണെങ്കിൽ രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് MN ബ്ലഡ് ഗ്രൂപ്പ് കിട്ടും. അതുപോലെ എയും ബിയും പറയുന്ന ജീൻസ് ഒരേപോലെ വന്നാൽ അപ്പോൾ നമുക്ക് AB ബ്ലഡ് ഗ്രൂപ്പ് വരും. A ഉണ്ട്, B ഉണ്ട്, AB ബ്ലഡ് ഗ്രൂപ്പും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുപോലത്തെ ഒരു സൈമൾട്ടേനിയസിലായിട്ട് അപ്പിയർ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. അപ്പോൾ ഇതിന്റെയും നിങ്ങൾ ഒരു ക്രോസ് വരയ്ക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ. അതൊരു അസൈൻമെന്റ് ആയിട്ട് നോക്കുക. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, അത് ലീത്തൽ ജീൻസ്.